മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാനിലെ ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് PTA എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കഴിഞ്ഞ കുറേ നാളായി നടത്തിയ വമ്പൻ പ്രചരണങ്ങൾക്കൊടുവിൽ ഇസ്ലാമാബാദിലേക്ക് ഒരു ലോങ് മാർച്ചാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ലോങ് മാർച്ചിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ഇസ്ലാമാബാദ് അക്ഷരാർത്ഥത്തിൽ പൂട്ടിയിട്ടിരിക്കുന്നു. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. വഴികളിലൊക്കെ ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ കൊണ്ടുവന്ന് റോഡ് ഉപരോധിച്ചിരിക്കുന്നു. ഇന്റർനെറ്റും ഒപ്പം തന്നെ മൊബൈൽ നെറ്റ്വർക്കുകളും എല്ലാം ഇപ്പോൾ നിശ്ചലമായിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇമ്രാന്റെ പാർട്ടിയിൽ പെടുന്നവരെയും അനുഭാവികളുമായിട്ടുള്ളവരെയെല്ലാം കൂട്ട അറസ്റ്റ് നടത്തുകയാണ്. ഇതുവരെ 7000 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജയിലിൽ ഇടമില്ലാത്തതുകൊണ്ട് സ്കൂളുകൾ ജയിലാക്കി മാറ്റി അവിടെയൊക്കെ ഇവരെ പാർപ്പിച്ചിരിക്കുന്നു. ഇത് വലിയ സംഘർഷത്തിന് കാരണമായിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ പോലീസും ഇമ്രാൻഖാന്റെ പാർട്ടിക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്നതായിട്ടുള്ള വാർത്തകളുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി പാക് സൈന്യവും പ്രക്ഷോഭകാരികളും ഏറ്റുമുട്ടുന്ന ഖൈബർ പഖ്തൂൺ മേഖലയിൽ വലിയ രീതിയിലുള്ള സംഘർഷത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ കൂടുതൽ സൈന്യവും എത്തിയിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഒരു ബംഗ്ലാദേശ് മോഡൽ സമരമാണ് പാകിസ്ഥാനിൽ അരങ്ങേറാൻ പോകുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും പറയുമ്പോഴാണ് അതിന് തിരികൊളുത്തിക്കൊണ്ട് കൂട്ട അറസ്റ്റ് ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.